50 വർഷം പിറകോട്ട് പോയാൽ സ്വാർത്ഥതയില്ലാത്തൊരു സമൂഹത്തെ നമ്മുടെ നാട്ടിൽ കണ്ടുമുട്ടാൻ കഴിയുമായിരുന്നു. പരസ്പരമുള്ള ഐക്യവും സൗഹാർദ്ദവും പുലർത്തി വാണിരുന്നൊരു കാലം. പ്രകൃതി പോലും മനുഷ്യൻ്റെ ചിന്തകൾക്കൊപ്പമായിരുന്നു. യാഥാസ്ഥിതിക ക്രിസ്തീയ പാരമ്പര്യത്തിൻ്റെ വെളിച്ചം എല്ലാവരിലും പ്രസരിപ്പിച്ചുകൊണ്ട് അവരുടെ ദുഃഖങ്ങളെ ഒരുമിച്ച് ചേർന്ന് പരിഹരിക്കുന്ന ഈ കൂട്ടർ എല്ലാ കാര്യത്തിലും ദൈവഹിതം അന്വേഷിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം മാറി തന്നിലേക്ക് മാത്രമായി ചുരുങ്ങിക്കൊണ്ട് സ്വാർത്ഥതയുടെ ഒരു ലോകം കണ്ടുകൊണ്ട് മനുഷ്യർ നീങ്ങുന്നു. അവരുടെ വേദനകളെയും ദുഃഖങ്ങളെയും കണ്ടാൽ പോലും മനസ്സലിവില്ലാതെ വഴിമാറിപ്പോകുന്ന ഒരു പുതിയ കാലഘട്ടത്തിലൂടെ മനുഷ്യർ സഞ്ചരിക്കുന്നു. പ്രകൃതിയുടെ മാറ്റങ്ങൾ പോലും അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇന്ന് സത്യാന്വേഷി ഈ വിഷയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കുടുംബം ഒരു ദൈവിക സംവിധാനമാണ്. അത് വിശുദ്ധീകരണത്തിൻ്റെയും ആത്മദാനത്തിൻ്റെയും ജീവൻ പരിപോഷിപ്പിക്കുന്നതുമായ വേദിയാണ്. ജീവന്റെ മൂല്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ഓരോ കുടുംബവും വിളിക്കപ്പെട്ടിരിക്കുന്നു. അനന്തമായ ദൈവപരിപാലനയുടെ ഭാഗമാണ് ഓരോ കുടുംബവും. അവിടെ ദൈവഹിതം നിറവേറ്റപ്പെടേണ്ടതുണ്ട്. ഇന്ന് കൂടുതൽ മക്കൾ എന്നുള്ള ആ ഒരു പഴയ കാലത്തിലേക്ക് ഒരു തിരിഞ്ഞുനടപ്പ് തിരിച്ചറിഞ്ഞ് കൂടുതൽ മക്കൾ കുടുംബങ്ങളിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് കുറേ ദമ്പതിമാർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ചിന്ത പലരിലും വലിയ തോതിൽ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. എങ്ങനെ ജീവിക്കും, എങ്ങനെ വളർത്തും, എങ്ങനെ പഠിപ്പിക്കും, എവിടെ നിന്നാണ് ഇതിനെല്ലാം സമ്പത്ത്, ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു സമൂഹം ഇവിടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആത്യന്തികമായി ദൈവഹിതം അന്വേഷിക്കുന്നവരാണ് ഈ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. മനുഷ്യൻ തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു സത്യമാണ്. പുരോഗതിയും വികസനവുമെല്ലാം മനുഷ്യനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ജനന നിയന്ത്രണം നടപ്പാക്കുന്നതിൽ നിയമങ്ങളുമായി മുന്നോട്ട് പോയ പല രാജ്യങ്ങളും രാജ്യത്തെ നിലനിൽപ്പ് മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവിൽ ഇപ്പോൾ ഒരു തിരിഞ്ഞു നടപ്പിലാണ് എന്ന കാര്യവും നാം വിസ്മരിക്കരുത്. വിവിധ രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങൾ ഒരു വലിയ ഭാരമാണ്. കുട്ടികൾ കുറയ്ക്കുന്നതാണ് രാജ്യത്തിൻ്റെ സമ്പത്തിനും സമാധാനത്തിനും നല്ലത് എന്ന് പണ്ട് പറഞ്ഞ രാജ്യങ്ങൾ അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബാസൂത്രണം എന്നത് കുട്ടികളെ കുറച്ചാൽ അതാണ് കുടുംബാസൂത്രണം എന്ന് പറയുന്ന ഒരു സമീപനം വിവിധ സർക്കാരുകൾക്കുണ്ട്, വിവിധ രാജ്യങ്ങളിലുമുണ്ട്. എന്നാൽ ഗൗരവമായി പഠിച്ച പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ ഗൗരവമായി മനസ്സിലാക്കിയ വ്യക്തികൾ അതല്ല, കുട്ടികളും കുടുംബവും ശക്തമായ കുടുംബമുള്ളതാണ് ഒരു രാജ്യത്തിൻ്റെ അടിത്തറ എന്ന് പറയാറുണ്ട്. ധാർമ്മികതയ്ക്ക് പുകൾപെറ്റ നാടാണ് നമ്മുടെ ഭാരതം. ജീവനോടുള്ള ആദരവ് നമ്മുടെ സംസ്കാരത്തിൻ്റെ സവിശേഷതയാണ്. ജീവൻ്റെ സംസ്കാരത്തിനെതിരെയുള്ള കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ വിശ്വാസ തീവ്രതയോട് പോരാടുവാൻ, സ്വയം സമർപ്പിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവികമായ സൃഷ്ടികർമ്മത്തിൽ ജനിപ്പിക്കുകയും ജീവനെ പരിപോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്ന നിയോഗം ഏറ്റുവാങ്ങിയിട്ടുള്ള വിശാലമായ മനുഷ്യ സമൂഹം ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറുവാൻ പാടുള്ളതല്ല. ഈ സന്ദേശം ലോകത്തോട് പറയേണ്ടിയിരിക്കുന്നു. കുടുംബങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാരമ്പര്യമാണ് ഭാരതീയരായ നമുക്കുള്ളത്. ആ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. വേർതിരിവിൻ്റെ ഒരു കാലം ഈ അടുത്ത കാലങ്ങളിലാണ് സംജാതമായത്. അതിൻ്റെ അപകടങ്ങൾ കൂടുതലായി തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. വലിയ കുടുംബങ്ങളായിരുന്നു ഒരു കാലത്ത് കേരളീയ ക്രൈസ്തവരുടെ നട്ടെല്ല്. ആ കാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണ്. അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യവുമാണ്. ആ ദൈവഹിതം തിരിച്ചറിഞ്ഞ് പലരും ആ പഴയ നല്ല പാരമ്പര്യത്തിൻ്റെ മൂല്യങ്ങളിലേക്ക് ചിന്തകളെ ചേർത്തടിപ്പിക്കുന്നു. തൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുന്ന ദമ്പതിമാരുടെ സ്നേഹസംയോഗത്തിൽ നിന്നും ഓരോ മനുഷ്യനും ജനിക്കണമെന്ന് ദൈവം അനാദിയിലെ തീരുമാനിച്ചിരുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ദമ്പതിമാരെ വിളിക്കുന്നത്. ദൈവീക പദ്ധതിയിൽ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും വേണ്ടി ഏക ശരീരമായി മാറാൻ, പുതിയ കുടുംബമാകാൻ വിളിക്കപ്പെട്ടവരാണ് ദമ്പതിമാർ. അപ്പോൾ ദൈവീക പദ്ധതി നിറവേറ്റിക്കൊണ്ട് കുടുംബത്തിലേക്ക് വരുന്ന ഓരോ ശിശുവും കുടുംബത്തിനും സഭയ്ക്കും ലോകത്തിനും ഒരനുഗ്രഹമായി തീരും. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ
ദൈവത്തിൻ്റെ മനസ്സിൽ 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ദമ്പതികൾ തമ്മിലുള്ള സ്നേഹനിർഭരമായ ഐക്യ ജീവിതം. ദൈവം ആദത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഉൽപ്പത്തി 2:18, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും. ദൈവത്തിൻ്റെ മനസ്സ് മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, അവൻ്റെ ഇണയോട് ചേർന്ന് അവനെപ്പോഴും ആയിരിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുക. ദൈവത്തിൻ്റെ മനസ്സിൻ്റെ 2ാമത്തെ ലക്ഷ്യം, ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹം പങ്കുവെച്ച് ആ സ്നേഹത്തിൽ നിന്ന് മക്കളെ ജനിപ്പിക്കുക, ആ മക്കളെ ദൈവ പൈതലുകളായിട്ട് വളർത്തുക. വിവാഹം കഴിക്കുക എന്നത് തന്നെ ഈ കാലത്ത് ഏറ്റവും വലിയൊരു ശുശ്രൂഷയാണ്. 2 പേർ ഒരുമിച്ച് ചേരുക, അവർ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക, അവർക്ക് ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കളായി മാറുക, ദൈവം അനുവദിക്കുന്ന, ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് വളർത്തുന്ന ധാരാളം യുവ കുടുംബങ്ങൾ കേരളത്തിലുണ്ട് എന്നത് വലിയ സന്തോഷം നൽകുന്നു. 40 വയസ്സിനിടയിൽ 6ഉം 7ഉം മക്കളുള്ളവർ, 8 മക്കളെ സിസേറിയനിലൂടെ സ്വീകരിച്ച പ്രോലൈഫ് സമിതിയുടെ എൻ്റെ സഹപ്രവർത്തകൻ മാർട്ടിൻ, ഇങ്ങനെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാണെന്ന് ചിന്തിക്കുന്ന കുടുംബങ്ങളുണ്ട് എന്നതാണ് കേരള സഭയുടെ ഒരു വലിയ പ്രത്യേകത. ഇപ്പോൾ ദൈവിക സ്നേഹം പങ്കുവയ്ക്കുന്നത് പരിധി നിശ്ചയിച്ചുകൊണ്ടാവരുത്. തങ്ങളുടെ താല്പര്യത്തിനും സൗകര്യത്തിനും അനുസരിച്ച് നീങ്ങുമ്പോൾ സ്വർഗോന്മുഖമായ സ്നേഹത്തിൻ്റെ അനർഗളമായ സായുജ്യം അനുഭവിക്കാൻ കഴിയുകയില്ല. തെറ്റായ നിഗമനങ്ങളിൽ നാം ദാമ്പത്യം സ്വീകരിക്കപ്പെടുമ്പോൾ അത് മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലും അവൻ്റെ നിയന്ത്രണത്തിലുമായി പ്രകടമാവുകയാണ്. അതിൽ പൂർണ്ണതയുണ്ടാവില്ല. അത് നമ്മളെ തെറ്റായ ചിന്തകളിലേക്കും ഭയത്തിൻ്റെ അടിമത്തത്തിലേക്കും നയിക്കപ്പെടും. അണുകുടുംബങ്ങൾ ഇന്ന് വലിയ അപകടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 1ഓ 2ഓ കുഞ്ഞുങ്ങൾ മാത്രം ജനിക്കുന്ന കുടുംബങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായി പഠന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. അതിന് പറയുന്ന കാരണങ്ങൾ ഇതാണ്: കുടുംബങ്ങളിൽ സൗഹാർദ്ദപരമായ അന്തരീക്ഷമില്ല, മാതാപിതാക്കളും മക്കളും തമ്മിൽ പങ്കുവയ്പ്പില്ല, ഇൻട്രാക്ഷൻസ് കുറവ്, പെട്ടെന്ന് പല വ്യതിയാനങ്ങളും അവിടെ സംഭവിക്കുന്നു. മക്കളിന്മേലുള്ള നിയന്ത്രണം മാതാപിതാക്കൾക്ക് നഷ്ടമാവുന്നു. മാനസികമായ ആ സംഘർഷാവസ്ഥയെ നിയന്ത്രിക്കുവാൻ അവിടെ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് കുടുംബങ്ങളിൽ ഒരു കുഞ്ഞ്, മാക്സിമം 2 കുഞ്ഞ്, അവിടെ ഒന്ന് ചേർന്ന് കളിക്കാനുള്ള സാഹചര്യങ്ങളില്ല. കാരണം ആ കുടുംബത്തിൽ മക്കളുടെ എണ്ണം കുറവാണ്. പരസ്പരം വഴക്കിടാൻ, പരസ്പരം ഉപദേശിക്കാൻ, പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിക്കാൻ അവിടെ ഇന്ന് കുഞ്ഞുങ്ങളില്ല. മുൻകാലങ്ങളിൽ ആ വലിയ കുടുംബങ്ങളിൽ മക്കൾക്ക് കിട്ടിയ ആ ട്രെയിനിങ്, അവർക്ക് കിട്ടിയ ആ അനുഭവം, അവർക്ക് കിട്ടിയ ആ സന്തോഷം ഇന്നത്തെ കുടുംബങ്ങളിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന തെറ്റായ ചില സന്ദേശങ്ങൾ അവർ ഏറ്റുവാങ്ങുന്നവരാണ്. അപ്രകാരമുള്ള കുടുംബങ്ങളിൽ ഒറ്റക്കുട്ടി മാത്രം മതി എന്ന് ചിന്തിച്ച് പിന്നീട് അകാലത്തിൽ ആ കുട്ടി മരിച്ചതിന് ശേഷം വിഷമിക്കുന്നവർ, ആ കുട്ടി ഒരു വലിയ കുറ്റവാളിയായി ഒളിച്ചോടുകയും വീട്ടിൽ സ്വാർത്ഥപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന നിരവധി കേസുകൾ മാനസിക ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ സൂചിപ്പിക്കാറുണ്ട്. കാരണം അപ്പൻ്റെയും അമ്മയുടെയും ലാളന ഒരു കുഞ്ഞിലേക്ക് മാത്രം വരുന്നു. കുഞ്ഞിൻ്റെ ആവശ്യങ്ങളെല്ലാം നിരന്തരമായിട്ട് അത് അനുവദിച്ചു കൊടുക്കുന്നു. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചോളം ആ വീട്ടിലെ രാജാവോ രാജ്ഞിയുമായി മാറുന്നു എന്നതാണ്. അപ്പോൾ സംഭവിക്കുന്നത് ആ കുടുംബം ആ കുട്ടിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവർ മാറുന്നു. ചെറിയ കുടുംബങ്ങളാണ് സന്തോഷത്തിനും ഐക്യത്തിനും ഐശ്വര്യത്തിനും നിദാനമെന്ന വിലയിരുത്തൽ ഇന്ന് സമൂഹത്തിൽ പ്രകടമാണ്. എന്നാൽ ബാല്യവും കൗമാരവും നഷ്ടപ്പെട്ടു വരുന്ന അണുകുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളിൽ സ്നേഹം, കരുതൽ, പങ്കുവെക്കൽ, സഹകരണം എന്നീ മൂല്യങ്ങളൊന്നും രൂപപ്പെടുന്നില്ല. വലിയ പ്രതീക്ഷയോടെ ഇവരെ നോക്കിക്കാണുന്ന മാതാപിതാക്കൾ ഒടുവിൽ വൃദ്ധസദനങ്ങളിലോ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളിലോ ആണ് ചെന്നെത്തുക. കുഞ്ഞുങ്ങൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ
അവരുടെ മറുപടി വളരെ നല്ല കുഞ്ഞുങ്ങളാണ്, വളരെ പക്വതയിൽ വളർന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവരുടെ സംസാര രീതികളും അവരുടെ പെരുമാറ്റങ്ങളും കാണുമ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ പക്വതയാർന്ന ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെയാണ് അവർ സംസാരിക്കുക. പക്വതയെത്തിയ ഒരു വ്യക്തിയുടെ പെരുമാറ്റ രീതിയാണ് അവരവരുടെ ജീവിതത്തിൽ കാണിക്കുക. അപ്പോഴെൻ്റെ മനസ്സിലേക്ക് വരിക, ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവർ ആസ്വദിക്കേണ്ട വലിയ ഒരു മേഖല അത് നഷ്ടപ്പെട്ട് വളർന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവർ കാണുന്നത് അപ്പൻ്റെ അമ്മയുടെയും പെരുമാറ്റ രീതികളാണ്. അവരുടെ ജീവിതത്തിൽ അതവർ കൊണ്ടുവരും. അതുകൊണ്ട് അവർ സംസാരിക്കുമ്പോൾ പ്രായം ചെന്ന പക്വതയുള്ള ഒരു വ്യക്തിയുടെ സംസാര രീതികളാണ് അവർക്കുള്ളത്. അവർ പ്രവർത്തിക്കുമ്പോൾ പ്രായമായവർ എങ്ങനെ പ്രവർത്തിക്കുന്നു അതാണ് അവർ പ്രവർത്തിക്കുക. അപ്പോൾ അവർക്ക് ബാല്യം നഷ്ടപ്പെട്ടിരിക്കുക. ബാല്യകാലം ആസ്വദിക്കാതെ അവർ പ്രായമായ വ്യക്തികളെപ്പോലെ അവർ കുടുംബത്തിൽ പ്രവർത്തിക്കുകയാണ്, ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇത് വലിയ അപകടം പിടിച്ച ഒരു മേഖലയാണ്. ഒരു കുഞ്ഞ് ബാല്യകാലം ആസ്വദിച്ച് വളരുകയാണ്. അത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. ഇന്നത്തെ കുടുംബങ്ങളിൽ മക്കൾക്ക് നഷ്ടപ്പെടുന്നത് ബാല്യകാലമാണ്. കൂടുതൽ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വളരുമ്പോൾ മാതാപിതാക്കൾക്ക് ദൈവാശ്രയബോധം കൂടുന്നു. തൽഫലമായി കുഞ്ഞുങ്ങളും ദൈവാശ്രയബോധമുള്ളവരായി വളരുകയും ഒരുമിച്ച് പ്രാർത്ഥിച്ചു വളരുവാനുള്ള സാഹചര്യം വലിയ കുടുംബങ്ങളിൽ സംജാതമാവുകയും ചെയ്യുന്നു. മൂത്തവർ താഴോട്ടുള്ള കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുകയും തെറ്റിലേക്ക് വീഴാതെ അവരെ കാക്കുകയും ചെയ്യുന്നു. അവിടെ ഒരു വിധേയത്വം ഉണ്ടാവുകയാണ്. അത് കുഞ്ഞുങ്ങളിൽ ഹൃദയൈക്യം രൂപപ്പെടുത്തുന്നു. എൻ്റെ പേര് ട്രീസ. ഞാൻ 7 മക്കളുള്ള കുടുംബത്തിലെ മൂത്ത കുട്ടിയാണ്. ഞാൻ +2 പഠിക്കുന്നത്. അച്ചാച്ചന് പെട്ടെന്ന് അസ്വസ്ഥത മൂലം അച്ചാച്ചനും അമ്മയും കൂടെ ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 24 മണിക്കൂർ ഒബ്സർവേഷനിൽ കിടക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു 6 കുട്ടികൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്, അമ്മച്ചിയുണ്ട്, അമ്മച്ചിക്ക് വയ്യ, അപ്പം ഞങ്ങൾക്ക് ഒരു ഇഞ്ചക്ഷൻ, ബാക്കി ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി മരുന്നെടുത്തോളാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ വിട്ടില്ല. 24 മണിക്കൂർ ഒബ്സർവേഷനിൽ കിടന്നിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്നോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു സാരിയില്ല അമ്മേ, ഞാൻ നോക്കിക്കോളാം വീട്ടിലെ കാര്യങ്ങളെല്ലാം, അമ്മ അച്ഛൻ്റെ കുറഞ്ഞിട്ട് വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. എല്ലാ കാര്യത്തിനും അവരെ നിയന്ത്രണത്തിലാക്കേണ്ടത് ഞാനാണ്. പക്ഷേ ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാവരും, അതായത് എൻ്റെ അടുക്കളയിലാണെങ്കിൽ പോലും ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പ്രാർത്ഥനയിലാണെങ്കിലും ഒരുമിച്ച് വരികയും എല്ലാവരും ഓരോ കാര്യത്തിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും ഓരോരുത്തർ അവരുടെ ഇളയവരുടെ കാര്യം അവരോട് നോക്കിക്കോളും. ഒരു ഇടവകയിൽ ഒരു കുടുംബത്തെ ഞാൻ കണ്ടു. അവർക്ക് 6 മക്കളാണ്. അവരുടെ കുടുംബത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങൾ പരസ്പരം വഴക്കിടുന്നു, പരസ്പരം സ്നേഹിക്കുന്നു, പക്ഷം ചേരുന്നു. അങ്ങനെയൊക്കെ അവർ കാണിക്കുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഞാൻ ആ കുടുംബനാഥനോട് ചോദിച്ചു, നിങ്ങൾ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നവരല്ലേ? അതെ. ഈ 6 കുഞ്ഞുങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് വളർത്താൻ സാധിക്കും? മറുപടിയായിട്ട് ആ വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ചോ 6 മക്കളുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഒരു ടെൻഷനുമില്ല. ഞാൻ ചോദിച്ചു അതെന്താ? അച്ചോ ഞങ്ങൾ അവരുടെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, അവരുടെ കാര്യങ്ങൾ അവർ തന്നെ നോക്കിക്കോളും. മൂത്തയാൾ താഴെ ആളെ സഹായിക്കും, രണ്ടാമത്തെ ആൾ വേറെ ആളെ സഹായിക്കും. അങ്ങനെ അവർ പരസ്പരം സഹായിച്ചും എല്ലാം പറഞ്ഞു കൊടുത്തും അവർ വളർന്നു വരികയാണ്. ബുദ്ധിമുട്ടുകളിലൂടെ മാതാപിതാക്കൾ കടന്നു പോകുമ്പോൾ കൂടുതൽ മക്കളുള്ള മാതാപിതാക്കൾക്ക് കൂടുതൽ വൈകാരിക പിന്തുണ മക്കളിൽ നിന്ന് ലഭിക്കുന്നു. പഴയ കാലഘട്ടത്തിൽ 10ഉം 14ഉം മക്കളുള്ള കുടുംബങ്ങളിൽ വളർന്നു നേടിയ പരിശീലനവും ദൈവികമായ സ്നേഹചൈതന്യവും ആ കരുതലിൻ്റെ സ്നേഹവുമൊക്കെ അനുഭവിച്ചു വന്നവരുടെ സാക്ഷ്യം നമ്മെ പുതിയ ഉണർവിലേക്ക് നയിക്കുന്നതാവട്ടെ. പണ്ടൊക്കെ ഒരു കുടുംബത്തിൽ 10ഉം 15ഉം 20ഉം മക്കളൊക്കെ ജനിക്കുന്നു. ആ കുഞ്ഞുങ്ങൾ പരസ്പരം
വഴക്കിടാം, പരസ്പരം സ്നേഹിക്കാം, അതുപോലെ പരസ്പരം സഹായിച്ചും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചും മൂത്ത കുഞ്ഞുങ്ങൾ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പഠനകാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചും അങ്ങനെ ആ ബാല്യകാലം ആസ്വദിച്ച് അവൾ വളർന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പക്വതയിൽ അവർ വളർന്നു വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ 14 മക്കളാണ്. 10 ആണും 4 പെണ്ണും. അതിൽ 8ാമത്തെ ആളാണ് ഞാൻ. ഞങ്ങളുടെ വീട്ടിൽ ഓരോ ബർത്ത്ഡേ ആഘോഷവും ക്രിസ്മസും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു കല്യാണത്തിൻ്റെ പ്രതീതിയിൽ വളർന്നു വന്നവരാണ് ഞങ്ങൾ. ആ ഒരു കാലഘട്ടത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഇന്ന് നമുക്ക് ഓർമ്മ മാത്രമായിട്ട് ഞങ്ങളുടെ മക്കൾക്കൊന്ന് പുറത്തിറങ്ങി കളിക്കാൻ പോലും ഇല്ലാത്ത സൗകര്യങ്ങളില്ലാത്ത സാഹചര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങളൊക്കെ വളരെയധികം ഭാഗ്യവാന്മാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് തമ്പുരാൻ തരുന്നിടത്തോളം മക്കളെ വേണം എന്നൊരാഗ്രഹം. അതായത് ഒരു കുഞ്ഞെ മൂത്ത മകള് പ്രീമച്ചുറായിരുന്നത് കൊണ്ട് വീണ്ടും എങ്ങനെയെന്ന് ആലോചിച്ചപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമോ, പ്രശ്നങ്ങളുണ്ടാകുമോ എന്ന് ചിന്തിച്ചപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ തോന്നിയ ഒരു ദൈവത്തിൻ്റെ ഒരു ചിന്ത ഇതാണ്: ഈ ഒരു കുഞ്ഞിനെ വളർത്തണമെങ്കിലും 9 പേരെ വളർത്തണമെങ്കിലും തമ്പുരാൻ ആരോഗ്യവും അതിനുള്ള സാഹചര്യങ്ങളും ഒരുക്കി തരേണ്ടത് തമ്പുരാനാണ്. ആ ഒരു ചിന്തയിൽ നിന്നാണ് തരുന്നത് മേടിക്കുക, സ്വീകരിക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് ഞങ്ങളുടെ മനസ്സ് വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു മക്കളെ. ആ മക്കളുടെ കൂട്ടായ്മ കാണുമ്പോൾ ഞങ്ങളുടെ പഴയ കൂട്ടായ്മയിൽ അത്രയും വരുന്നില്ലെങ്കിൽ പോലും വളരെയധികം സന്തോഷമുണ്ട്. ഒരു ഉത്തമ കത്തോലിക്ക വിശ്വാസി വിവാഹത്തിൻ്റെ ആശീർവാദത്തിനായി കർത്താവിൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ അണയുമ്പോൾ ആ കുദാശയുടെ അവസാന ഭാഗങ്ങളിൽ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ വൈദികൻ്റെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്: ആവശ്യ സമയങ്ങളിൽ നിങ്ങളെ സഹായിക്കുവാൻ ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം പ്രദാനം ചെയ്യട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ടാണ് ദാമ്പത്യ വല്ലരിയിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെയാണ് ആത്മാവിൻ്റെ ചിന്തകൾ ധൈര്യം പകരുന്നത്. ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അതൊരു സമർപ്പണമാണ്. അവിടെ സ്ത്രീയും പുരുഷനും മാത്രമല്ല, പരിശുദ്ധ തൃത്വം നിരന്തരമായി പരിശ്രമങ്ങളെ ഫലവത്താക്കുവാൻ നമ്മോട് കൂടെ എപ്പോഴുമുണ്ട്. ആ ബോധ്യം നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, ഒരുമിച്ചെടുക്കുന്ന തീരുമാനങ്ങളിലൂടെ നിർവഹിക്കപ്പെടുമ്പോൾ തളിർക്കുന്ന അത്തിമരം പോലെ അത് ഫലപുഷ്ടിയുള്ളതായി മാറുന്നു. ധാന്യമാവിൽ നിന്ന് ആദ്യഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമായിരിക്കും. വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. ഇനിയും സത്യം തേടി യാത്ര തുടരട്ടെ. വീണ്ടും കാണാം.